മുല്ലപ്പെരിയാർ ഡാം നാളെ തുറന്നേക്കും. 883 കുടുംബങ്ങളെ 8 മണിക്ക് മുമ്പ് മാറ്റി താമസിപ്പിക്കും. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചു. പകൽ സമയത്ത് മാത്രമേ ഡാം തുറക്കാവൂ എന്ന് കലക്ടർ തമിഴ്നാടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാൻ. ആഷിഖ്, മുല്ലപ്പെരിയാർ ഡാം തുറക്കും എന്നുള്ള കാര്യം ഉറപ്പായോ? നൗഫൽ, അക്കാര്യം ഇപ്പോൾ തീർത്ത് പറയാൻ കഴിയില്ല. നിലവിലെ ജലനിരപ്പ് അനുസരിച്ച് 135.25 അടിയാണ് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ്. ജൂൺ മാസത്തിലെ റൂൾ കർവ് പ്രകാരം 136 അടിയായാലാണ് ഡാം തുറക്കാൻ കഴിയുക. നിലവിൽ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ശക്തമായി വലിയ അളവിൽ തമിഴ്നാട് ജലം കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ശക്തമായ മഴ മൂലം ഡാമിലെ ജലനിരപ്പ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി വളരെ വേഗം ഉയരുന്നതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് പ്രകാരം മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുകയും ജാഗ്രതാ മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ തന്നെ തമിഴ്നാട് വാട്ടർ അതോറിറ്റി ജില്ലാ ഭരണകൂടത്തിന് നാളെ ഡാം തുറന്നേക്കുമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഡാമിന് താഴ്ഭാഗത്ത് പെരിയാറിന്റെ തീരങ്ങളിൽ താമസിക്കുന്ന 883 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നടത്തുന്നത്. ഇവർക്ക് വേണ്ടി 20ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പുകളിലേക്ക് ഈ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കും എന്നാണ് ജില്ലാ ഭരണകൂടം ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. കൂടാതെ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പകൽ സമയത്ത് മാത്രമേ ഡാം തുറക്കാവൂ എന്ന ഒരു ആവശ്യം കൂടി തമിഴ്നാടിനോട് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എല്ലാ ജാഗ്രതാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കി ഡാം തുറന്നാൽ അതിനെ നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ആശങ്കപ്പെടുന്ന സാഹചര്യം വിവരങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്. എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.